ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ സ്നേഹിക്കുന്നത് വഴി നീ മാത്രമല്ല നിൻ്റെ മക്കൾ തലമുറ അവരും ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് എൻ്റെ ഹൃദയ കവാടത്തെ തുറക്കും. ഇന്ന് അനേക കുടുംബങ്ങളിൽ ആളുകൾ സങ്കടപ്പെടുന്ന നമ്മുടെ മക്കൾക്ക് വിശ്വാസം കുറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഈ വചനം നിങ്ങളൊന്ന് പഠിക്കണം നല്ലതാണ്, അത് ആവർത്തിച്ച് പറയണം നല്ലതാണ്. ദൈവം ഇടപെടും. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ സ്നേഹിക്കണം. ആ ഒരു നിയോഗം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എൻ്റെ മക്കൾ, എൻ്റെ പങ്കാളി യേശുവിനെ സ്നേഹിക്കണം. ഭാര്യമാർ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നടക്കും. അങ്ങനെ പ്രാർത്ഥിക്കണം. ചില ആൾക്കാർ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ മതി. അതല്ല, എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എൻ്റെ പങ്കാളി, എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. ബൈബിൾ പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുന്നതിനും അതെങ്ങനെയാണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ നീ സ്നേഹിക്കണം. അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചാലാണ് നിനക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിൻ്റെയും നിൻ്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും. ദൈവം നമ്മുടെ ഹൃദയം തുറക്കും. ഹൃദയത്തിൻ്റെ കവാടത്തെ ദൈവമാണ് തുറക്കണത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ സ്നേഹിക്കാൻ.